നീ ഓടിക്കാൻ തന്നില്ലെന്ന് പറഞ്ഞേക്കില്ല, അങ്ങ് വരെ ഓടിച്ചോട്ടോ. ഞാൻ ഓടിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. വീഡിയോ അവിടെ ഇരുന്ന് എടുത്താൽ മതി. അത് പറ്റത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ക്യാമറ ഞാൻ തിരിച്ചു തരും. അപ്പം ഇനി നമ്മൾ ഈ വഡോദരയുടെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകും അല്ലേ? അതെ, നേരെ അടുത്ത സൂറത്ത്. ആ, ഇപ്പം വഡോദര എത്തും. ഇപ്പോൾ എക്സ്പ്രസ് വേന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. ആകാശത്തിന് തന്നെയാണല്ലോ നല്ല കളറാ, നീല കളറല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് സൂറത്തിലൊക്കെ ചെല്ലുമ്പോൾ മൊത്തം പുകയായിരിക്കും. ആ അത് ശരിയാ. വൽസാഡ് 226, മുംബൈ 436 കിലോമീറ്റർ. ബറോഡ ടൗണിലേക്ക് ലെഫ്റ്റ്, മുംബൈ നേരെ. നമുക്ക് നേരെ തന്നെ മുംബൈ റൂട്ടിലാണ് പോകേണ്ടത്. ഈ ബറോഡ എന്ന് പറയുന്ന വഡോദരയുടെ പഴയ പേരായിരുന്നു ബറോഡ. അപ്പം ഇതുണ്ടോ, ഇവിടുന്ന് വഡോദര ടൗണിലേക്കാണ് ലെഫ്റ്റിലേക്ക് പോകണം. നമ്മൾ നേരെ ഇനി സൂറത്ത്, ബോംബെക്കാണെങ്കിൽ വാപ്പി, മുംബൈ. അതൊറ്റ ഹൈവേ തന്നെയാണ്. നമ്മൾ സൂറത്തിൽ നിന്ന് തിരിഞ്ഞു പോകും വേറെ വഴിക്ക്. വഡോദര സിറ്റി ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ റൈറ്റിലേക്ക്. അതെ, റൈറ്റ് സൈഡ് വരുന്ന വഡോദര ടൗണാണ്. ഈ വഡോദരയും സൂററ്റും എല്ലാം ഗുജറാത്തിലെ വലിയ വലിയ സിറ്റികളാണല്ലോ. അതെ അതെ, മെയിൻ ടൗണുകളാണ്. അഹമ്മദാബാദ് എല്ലാം. ഇത് NH48 വഡോദര ബറൂച്ച് ടോൾവേ ലിമിറ്റഡ് വെൽക്കംസ് യു. NH48 നമ്മുടെ യാത്ര. അതെ, എക്സ്പ്രസ് വേ അവിടെ തീർന്നു. വഡോദര ഹലോൾ റോഡാ അത്, താഴെ കൂടെ പോന്നെ. ആ, ഇവിടെ എല്ലാം പിന്നെ നല്ല നിരപ്പ് വഴിയാണല്ലോ. ആ നിരപ്പാണ്, ഫുള്ള് നിരപ്പ് വഴിയേ ഉള്ളൂ. ഇതിനകത്ത് ഫുള്ള് നിരപ്പാണ്. ഒരു വണ്ടി മറിഞ്ഞ് കിടക്കുന്നുണ്ടോ? ആ, താഴെയൊക്കെ നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇത് എല്ലാൻഡിയുടെ കമ്പനിയാണ് കേട്ടോ. ആ ഇതല്ലേ, അതെന്തോ സാധനം. അതുകൊണ്ടോ വലിയൊരു ടാങ്കാന്ന് തോന്നുന്നത് എന്തോ. അതിന്റെ ബ്ലോക്കായി കാണുന്നതല്ലേ. ആ, എന്ത് വണ്ടിയാ പറയാ വരുന്നതെന്ന് നോക്കി. അതെന്ത് പതുക്കെ പോകുന്നത്, ഒരു 5 കിലോമീറ്റർ സ്പീഡ് പോലും കാണുകയില്ല. ഇവിടുന്ന് വല്ല ഫുഡും കഴിക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് അങ്ങോട്ട് പോയിട്ട് വല്ല ഡാബയിലും കയറിയപ്പോൾ പോരെ. ഡാബയിൽ കയറാം, അതാകുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങനെ. നല്ല ഒന്നാന്തരം ചൂടാ കേട്ടോ, നല്ല ചൂടാ. ആ, ഇപ്പൊ ആ പുറത്തിറങ്ങി അവിടെ നിന്നിട്ടേ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഒരു 5 മിനിറ്റ്. എങ്ങോട്ട് നോക്കിയാലും ഫ്ലാറ്റുകൾ മാത്രമേ കാണാനുള്ളൂ. ഇഷ്ടംപോലെ അടിപൊളി ഹോട്ടലുകളുണ്ട് കേട്ടോ. അതെല്ലാം കാറുകാർക്ക് കയറാൻ പറ്റുന്ന, ലോറി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഇതേ ഒരു ഫ്ലൈറ്റ്. ആ, ഇപ്പോഴാണ് കണ്ടത്. ഇന്നത്തെ അപ്പോഴത്തെ റെസ്റ്റോറൻ്റ് ആണോ? വിമാൻ റെസ്റ്റോറൻറ്റ് പോലെ. അത് എയർപോർട്ടാണോ തോന്നുന്നത്? ചേട്ടായി ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഫ്ലൈറ്റല്ലേ കണ്ടുള്ളായിരുന്നു? ഞാൻ മുമ്പേ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി പോന്നെ അത് ഞാനും കണ്ടായിരുന്നു. കണ്ടായിരുന്നോ? ആ കാപ്പി കുടിക്കാൻ നിർത്തിയ സ്ഥലത്ത്. ആ ഒരു ഫ്ലൈറ്റ് അവിടെ കണ്ടിട്ടാണോ എയർപോർട്ടാന്ന് തോന്നിയത്? ഫ്ലൈറ്റ് പിന്നെ എയർപോർട്ടിലല്ല, പിന്നെ വെളിയിൽ എവിടെയെങ്കിലും വരും. അത് ശരിയാ. റോഡെ ഓടിച്ചോണ്ട് വരാവുന്ന സാധനം അല്ലല്ലോ. അല്ലല്ല, ഈ കിടക്കുന്ന എല്ലാം പിള്ളേരാണല്ലോ. നോക്കി എന്ത് വണ്ടികളാന്ന് നോക്കി. അല്ല, ഈ വെയിറ്റ് ഉള്ള സാധനങ്ങളെ, നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങൾ കൊണ്ടുവന്ന ഇതുണ്ടോ, തടികളുണ്ടോ? അതൊക്കെ വെളിയിൽ നിന്ന് ഷിപ്പിന് വരുന്ന തടികളാന്ന് തോന്നുന്നു. ഇത് 6 ലൈൻ ആയിട്ടും ഈ വഴി നല്ല തിരക്കുണ്ടല്ലോ. ആ, ഈ വഴിയിലെല്ലാം നല്ല തിരക്കാ. ഇതിപ്പോ കുറവാ ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ തിരക്ക് വെച്ചിട്ട്. അല്ലെങ്കിൽ ഈ 3 ലൈനും ചിലപ്പോൾ ഒരേപോലെ വണ്ടികൾ പോകും. ആണോ? അത് ലോറി തന്നെ, ട്രെയിലറൊക്കെ ആയിരിക്കും കൂടുതൽ. അവിടെ എന്തോ ഒരു ട്രെയിലറാണ് കിടക്കുന്നത്. എന്തെല്ലാം സാധനങ്ങള് ഏതെല്ലാം സ്ഥലത്തു നിന്നല്ലേ എങ്ങോട്ടൊക്കെ ഇല്ലേ ലോഡ് കയറ്റി പോകുന്നതല്ലേ. ക്യാമറാമാനെ കാണാനേ ഇല്ലെന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പരാതി പറയുന്നുണ്ട്. ഞങ്ങള് മനഃപൂർവ്വം കാണിക്കാതെ അല്ല കേട്ടോ. ക്യാമറാമാൻ എങ്ങനെ കാണാൻ പറ്റുന്നത്? ക്യാമറയ്ക്ക് പിന്നിലല്ലേ. അതുകൊണ്ടാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുന്നിലിരുന്നു, കുഴപ്പമില്ല. വീഡിയോ എടുക്കണം, അത് ഈ കൂടെ വരുന്ന ആർക്കും പറ്റിയല്ലേ, 2 പേർക്കും പറ്റിയല്ലേ. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയല്ല. അത് ഞങ്ങള് വീഡിയോ എടുത്താൽ ശരിയായില്ലല്ലോ എന്നാ ഓർത്തോണ്ടാ. അത് കാറ്റാടിയുടെ തൂണ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇഷ്ടംപോലെ കാറ്റാടി ഉണ്ടായിരുന്നല്ലോ. ആ സൈഡിലെ 2-3 കാറ്റാടി കിടപ്പുണ്ട്. കാറ്റാടിയല്ല, കാറ്റാടിയുടെ ലീഫ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ കാറ്റാടി എന്നങ്ങ് പറയും അറിയാതെ. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് കാറ്റാടി ആവുന്നത്. അതെ, ഗുജറാത്തിൽ 92 രൂപയാണല്ലോ ഡീസലിന്റെ വില. ഡീസൽ വില കുറവില്ലല്ലോ. 92 ആണോ? ആ, മതി, അവിടെ 92 എഴുതിയേക്കുന്നത്. ആ കാണുന്ന വലിയൊരു മന്ദിരം കേട്ടോ. ഇത് എത്ര മന്ദിർ എന്നാ എഴുതിയേക്കുന്നത്?
ശ്രീ സ്വാമിനാരായൺ ഗുരുകുൽ വിദ്യാലയം വഡോദര. നീ ഇപ്പോൾ ഉടനെ ഗുജറാത്തിന് വരുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഇനിയിപ്പം വരും മാസങ്ങളിലൊക്കെ നല്ല കഠിനമായ ചൂടായിരിക്കും. അടുത്ത വർഷം വരാം, മഴക്കാലം ആകുമ്പോൾ വരാം. അതായിരിക്കും നല്ലത്. ഭയങ്കര ചൂട് പൊടിയാ വേനലങ്ങായി കഴിഞ്ഞാൽ. നമ്മൾ ഇന്നാളെ രാജ്കോട്ടൊക്കെ പോയപ്പോഴേ എന്നാ ചൂടും പൊടിയായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. അന്നേ ആ ടൈല് കമ്പനിയിലൊക്കെ പോയിട്ടേ ചൂടല്ല, ഭയങ്കര പൊടിയല്ലായിരുന്നോ? ടൈല് കമ്പനിയിലല്ല, ഈ പൊടിയല്ലേ, അത് ഇപ്പോൾ എപ്പോൾ പോയാലും പൊടിയായിരിക്കും. പകലായതുകൊണ്ടായിരിക്കും അല്ലേ തിരക്ക് കുറവ്? രാത്രിയിലാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. രാത്രിക്ക് ഇതിലും തിരക്കുണ്ടാവും മിക്കവാറും. പകലായതുകൊണ്ടാവും തോന്നുന്നു. ഇവിടെ ഇഷ്ടം പോലെ ആവണക്കിൻ്റെ കൃഷിയുണ്ട്. വിശപ്പൊക്കെ പോയി, രാവിലെ ഒന്നും കഴിച്ചാൽ ശരിയായില്ല. എന്നെ ഇവിടെ നിർത്താം. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ വെച്ച് തരുന്നതിൻ്റെ ആ ഗുണം? ഫുഡൊക്കെ എന്നും വീട്ടിലുണ്ടാക്കി തരുന്ന പോലെ ഉണ്ടാക്കി തരുമ്പോഴേ ആർക്കും ഒരു വിലയില്ല. അതുകൊണ്ട് ഇങ്ങനെ 1-2 ദിവസം കഴിച്ചു കഴിയുമ്പം പിന്നെ അതിനൊരു ഇൻട്രസ്റ്റ് ആയി, അതെ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇനി വീട്ടിൽ ചെന്നിട്ടേ ഉണ്ടാക്കി തരുന്നുള്ളൂ കേട്ടോ. അത് മതി, അത് മതി. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, അതുവരെ ഇപ്പം ഈ ട്രിപ്പ് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് തള്ളി വീട്ടിൽ വരെ പോവാം ഇങ്ങനെ. അത് പഴയ ട്രെയിനാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, അത് ആ ട്രാക്ക് ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. ആ റൈറ്റ് സൈഡിലെ ട്രെയിനിൻ്റെ വീലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. പോയായിരുന്നെ കാണാമായിരുന്നല്ലോ. അതവിടെ അങ്ങോട്ട് പോയപ്പോൾ പാലത്തേന്ന് കാണാമായിരുന്നു താഴേക്ക്. അതിനെ ശ്രദ്ധിച്ചില്ലല്ലോ. ജിൻഡാലിൻ്റെ കമ്പനിയാണ്, ജിൻഡാൽ. അതെ, അടുത്ത ടോൾ ബൂത്ത് ആയിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായ ഒരു ടോൾ ബൂത്താണ്. അത് ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. വ്യത്യസ്തമായ ടോൾ പ്ലാസയിലേ 550 രൂപയാണ് നമുക്ക് ടോള്. 580. ഇവിടെ എല്ലാം പരുത്തി കൃഷിയാണ്. ഇപ്പം പരുത്തിയുടെ സീസണൊക്കെ കഴിയാറായി. നമ്മളിപ്പം നർമ്മദാ നദിയാണ് ക്രോസ് ചെയ്യുന്നത്. ഇവിടെ നദിയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അങ്ങോട്ട് പോകുന്ന ലൈനാണ് കാണുന്നത്. അതല്ലേ പുതിയ പാലം, നമ്മളിവിടെ അങ്ങോട്ട് പോയത് ആ പാലത്തെ കൂടില്ല. ഇതാണ് ബറൂച്ച് പാലം. വെൽക്കം ടു നർമ്മദ ബ്രിഡ്ജ് ടോൾ പ്ലാസ. ലോറികൾ തന്നെ എന്തോരെയാണ് പോകുന്നതെന്ന് നോക്കി. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളൊരു ഹോട്ടലാണിത്. നമുക്കിവിടെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. വണ്ടി നിർത്തിയപ്പോഴത്തേനെ ടയറയിലോട്ട് നോക്കിയേ, പക്ഷികൾ വന്നിരിക്കുന്നേ. ടയറിന് ചൂടില്ലേ? അതിൻ്റെ പുറകെ കൂടെ കയറിപ്പോയി. അതേ പോന്നു. കുറേ ദിവസമായിട്ട് നമ്മൾ റൊട്ടിയൊക്കെ അല്ലേ കഴിച്ചുകൊണ്ടിരുന്നേ. ഇത് പഞ്ചാബി താലി. അതെ, അത് പഞ്ചാബി താലി. കറിയെല്ലാം വ്യത്യാസം കേട്ടോ, ഇതിനകത്തൊക്കെ ഉള്ളേ. അത് ഗുജറാത്തി താലി. ഗുജറാത്തി. ഞാൻ ഗുജറാത്തി കഴിച്ചു നോക്കട്ടെ. അല്ല, 3 റൊട്ടി അല്ലേ, 3 ചപ്പാത്തി. 2 താലിക്കകത്തും ഉണ്ട് കേട്ടോ. പിന്നെ റൈസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗുജറാത്തി താലിക്കകത്ത് ചെറുപയറിട്ട ഒരു കറിയുണ്ട്. ഇതിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ സേവ് ഭാജി. സേവ് ഭാജി, മിച്ചർ തന്നെ. മിച്ചർ. പിന്നെ നമ്മുടെ ചുട്ട പപ്പടം ഉണ്ട്. ഇതിനകത്ത് തന്നെ കറിയുള്ളത്? അത് കടല, ചന മസാല, അതെന്നാ പനീരാന്ന് തോന്നുന്നു അല്ലേ? പനീറാന്ന് തോന്നുന്നു. താലിയൊക്കെ കഴിച്ചിട്ട് ചായനെ വണ്ടിയൊക്കെ ഏൽപ്പിച്ചു. കുറേ ദിവസം കൂടി ഈ റൊട്ടി കഴിച്ച് മടുത്തുകൊണ്ട് ഇത് താലി പറഞ്ഞു. അപ്പോൾ അതിനകത്ത് 3 ചപ്പാത്തി കഴിച്ചു. ആ ചപ്പാത്തി കഴിച്ചിട്ട് ഒരു രക്ഷയില്ല. അതിനകത്ത് ഇതുണ്ടായിരുന്നു എന്നോട്, നെയ്യുണ്ടായിരുന്നു. നെയ്യല്ല, ബട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ബറോഡയും ബറൂച്ചും ഒക്കെ കഴിഞ്ഞ് സൂറത്ത് എടുക്കാറായി. നമ്മൾ ഏതുവഴിയാണ് ഇനി പോകുന്നത്? വേണമെങ്കിൽ ഈ വഴി നേരെ വാപ്പി, ബോംബെ, പൂനെ അങ്ങനെ വേണേൽ പോവാം. പിന്നെ അല്ലെങ്കിൽ നാസിക്ക് ചെന്നിട്ട് അങ്ങനെ വേണം ഇങ്ങോട്ട് വന്ന വഴി നവസാരി വഴി നാസിക്ക് ചെന്ന് അങ്ങനെ വേണേൽ പോവാം. അങ്ങനെ ഇങ്ങോട്ട് വന്ന വഴി വേണേലും പോവാം. അതൊരു നല്ല വഴിയല്ലായിരുന്നു. പക്ഷെ അങ്ങോട്ട് കൂടുതൽ കയറ്റം ഉണ്ടായിരിക്കും. അങ്ങോട്ട് ആ കയറ്റം മുഴുവൻ വലിക്കണമല്ലോ. ഈ വഴിക്ക് ഇനി അങ്ങ് ബോംബെ വരെയും ഇതുപോലെ വഴി തിരക്കായിരിക്കും. ലോറികൾ തന്നെ ആയിരിക്കും ഇഷ്ടം പോലെ. രാത്രിയായാലും ഇനി തിരക്ക് കൂടുമായിരിക്കും. അതെ. അപ്പോൾ ഇവിടെ വെച്ച് 2 ഫോളോവേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവിടെ ഉള്ളവരാണ് 2 പേരും. അപ്പം നമ്മുടെ സൈഡിൽ കൂടെ വന്ന് കൈയൊക്കെ കാണിച്ച് ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാനായിട്ട്. काम से आ रहे? गुजरात, मोरबी से। नाम इरफान। फ्रेंड का नाम राज. ഇവർ 2 പേരുവാ
വണ്ടിയിലുള്ള ആൾക്കാർ. ആണോ? ഇതാരാ അപ്പൊ? പുള്ളി ഇവർ രണ്ടുപേരും ഡ്രൈവർമാര്. ഇവർ രണ്ടുപേരും മറ്റേ പയ്യൻ വഴിക്കാൻ കണ്ട് ഇറക്കാൻ വേണ്ടി പോന്ന. കൂടെ വന്നല്ലേ? അങ്ങനെ ഇവരുടെ സ്വന്തം വണ്ടിയാട്ടോ. ഇവര് ബൈ ബൈ ആണ്. അപ്പൊ അതാട്ടോ അവരുടെ വണ്ടി. അതെ, 16 വീല് വണ്ടിയാട്ടോ. അവരെ പോർബന്ദർ വണ്ടിയാ. അവര് വണ്ടി കണ്ടപ്പോ മുന്നേ കയറി വന്ന് നിർത്താൻ പറഞ്ഞു. മോർബിന്നായോണ്ട് ടൈല് കയറ്റിക്കൊണ്ട് പോവായിരിക്കും. ടൈല ഹൈദരാബാദിനാ സ്ഥിരം ആ വഴിക്ക് ഓടുന്നാന്ന് പറഞ്ഞു. അവര് പറഞ്ഞു ഈ കഴിഞ്ഞ പ്രാവശ്യം ഇന്നാള് നമ്മൾ പോർബന്ദർ പോകാൻ വന്ന വഴിയേ നവാപൂർ വഴി, ആ വഴി ഇപ്പൊ നല്ലതാന്ന് അവര് പറഞ്ഞേ. ആ വഴി പോവാം, റൂട്ട് മാറ്റി പിടിക്കാം. നവാപൂർ വഴി ദുലൈ ചെന്നിട്ട് ദുലൈന്ന് ഔറംഗാബാദ് വന്ന് ഷോളാപൂർ ചെന്ന് ആ വഴി പോവാം. ഈ വഴി ഇനി പെത്ത് വഴി പോയാൽ അങ്ങോട്ടേ ഭയങ്കര കയറ്റമാണ്. നമ്മുടെ വണ്ടിക്ക് കുഴപ്പമില്ല, അവരുടെ 16 വീല 35 ടൺ വണ്ടിയാ. ആ വഴി പോകത്തില്ലെന്ന് പറഞ്ഞു. നമ്മളവിടുന്ന് കയറി പോന്നപ്പോഴേ അന്നേരമാണ് പുള്ളിയുടെ അനിയന്മാര് കണ്ടത്. അങ്ങനെയാ പിന്നെ പുള്ളിയെ കൊണ്ട് നിർബന്ധിച്ച് നമ്മളെ ഓത്തേക്ക് ഏൽപ്പിച്ച് നിർത്താൻ പറഞ്ഞു, ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഇതുണ്ടോ, ഇത് ഈ കേബിൾ ഡ്രമ്മാ, കേബിളുകളാണ് ഇതിനകത്ത് മൊത്തം. അപ്പം നമുക്ക് ഈ വഴി എന്ന് പൾസാന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പൾസാന എന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നവാപൂർ ബോർഡർ വഴി മഹാരാഷ്ട്രയിലേക്ക് കയറാം. ഈ ടോളിൻ്റെ കാര്യം കണ്ടപ്പോഴേ നമ്മളെ ആ എക്സ്പ്രസ് വേ കയറിയപ്പോൾ എത്രയായിരുന്നു ടോള്? അതെ, 680 രൂപയായിരുന്നു. അത് കുറവാണ് പറയണേ അല്ലേ? അത്രേ ഉള്ളായിരുന്നു. പഴയ ടോളായോണ്ടായിരിക്കും 680 രൂപയാണ് കേട്ടാ അതിനകത്ത്. ഇവിടെ 455 രൂപയാ. ഇവരല്ലേ രാവിലെ നമ്മൾ കണ്ടേ? ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാ. മുമ്പേ പ്രായമുള്ള ഒരു അമ്മച്ചി ഒരു വീൽ ചെയർ കൊണ്ടുവന്നുണ്ടോ? പുറയില് ജോലിക്കാരി വല്ലതാന്ന് തോന്നുന്നു. തള്ളിക്കൊണ്ട് പോകാനും ഒരാളുണ്ട് കൂടെ. ഈ വഴിയില്ലേ ഭയങ്കര തിരക്കാ. ബോംബെ വഴി പോയാൽ കാര്യം ബോംബെ പാസ്സായി കിട്ടിയ സുഖമാണ്. പിന്നെ ബോംബെല്ലാം അവിടെ എല്ലാം വഴിപണി നടക്കുക, തിരക്കായിരിക്കും. അതിനുമ്പോ നമുക്ക് ഇതിൽ തന്നെ കയറിപ്പോവാം. ഇതുവഴി സർവീസ് റോഡും കൂടി ഇല്ലാത്തോണ്ടേ. ഇതൊക്കെ പഴയ ഒത്തിരി പഴക്കമുള്ള ഹൈവേ അല്ലേ. ഈ നദിയിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ. ഏത് നദിയാ ഇത്? ഇത് തപി റിവർ. തപി റിവർ ആണല്ലേ. താപിന്നും താപ്തിന്നും ഒക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടോ, ഇവരുടെ മൊത്തം ടൈല പടുത പോലും ഇട്ടിട്ടില്ല. ഇത് ചുമ്മാ പെറുക്കി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതെ, ഇന്നത്തെ ദിവസമേ പുറത്തേക്ക് നോക്കാനേ പറ്റത്തില്ലായിരുന്നു, റോഡിലോട്ടേ നോക്കത്തില്ലായിരുന്നു. വെയിൽ കാരണം റോഡൊക്കെ തിളങ്ങി നിൽക്കുമായിരുന്നു. കണ്ണടച്ച് പിടിച്ചൊന്നുമല്ല ഓടിച്ചേ. കണ്ണടച്ച് പിടിച്ച് ഓടിക്കാൻ പറ്റുമോ? പക്ഷെ ഇപ്പൊ വെയിൽ അറിയപ്പോഴേ പുറത്തേക്കൊന്ന് നോക്കാറായത്. പകുതി. അതെന്നാന്നറിയോ, ഇത്രയും ദിവസം നമ്മളവിടെ മഞ്ഞിനകത്തായിരുന്നു. അതുകൊണ്ടാ അത്രയും. പക്ഷെ ഇവിടെ ടെമ്പറേച്ചർ 30 ഉള്ളായിരുന്നു, വലിയ ടെമ്പറേച്ചർ ഒന്നും ഇല്ലായിരുന്നു. ചൂട് കൂടിയിട്ടല്ലോ, സൂര്യനെ കാണാതെ കണ്ണ്. നമ്മൾ എത്ര ദിവസം സൂര്യനെ കാണാതെ ആ മഞ്ഞിനകത്ത് നിന്നു. അതുകൊണ്ടാണ് നമുക്ക് ചൂട് പെട്ടെന്ന് ചൂടടിക്കുമ്പം സഹിക്കാൻ പറ്റാ വരുന്നേ. എന്ത് ഫ്ലാറ്റാന്ന് നോക്കി. ഒത്തിരി പഴയ ഫ്ലാറ്റുകളാ. പഴയതാന്ന് തോന്നുന്നു. ഇത് ഇവിടെ ഒരു ക്ഷേത്രം കേട്ടോ, വലിയ ക്ഷേത്രമാണ്. ഈ പ്രാവശ്യം ഒരു ക്ഷേത്രത്തിലും ഒരിടത്തും പോയില്ല കേട്ടോ. ഇപ്പൊ തന്നെ സമയം 5:30 കഴിഞ്ഞേ ഉള്ളൂ. തണുപ്പാകാൻ തുടങ്ങി. ഈ കരിമ്പോണ്ടി ഇങ്ങനെ നടുക്കൂടെ പോയാൽ നമ്മളൊക്കെ ഇതിലേ പോകില്ലേ? 2 സൈഡിൽ കൂടെ നോക്കിയാൽ 2 സൈഡിൽ ഓരോ വണ്ടിയുടെ വീതിയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കൂടെ പോവാണെങ്കിൽ ബാക്കി വണ്ടിക്ക് ഇതിലേലും പോവാം. ഇനി ഈ ഹൈവേ ഇറങ്ങുന്ന സ്ഥലമേ ഞാനിപ്പോ പറഞ്ഞില്ലേ, പൾസാന. പൾസാനെന്ന് ലെഫ്റ്റ് തിരിയണം. ഇവിടെ ഇത്രയും ലോറികൾ ഓടിയിട്ട് ഓവർസൈസ് വണ്ടികൾ മൊത്തം റൈറ്റ് സൈഡിൽ നടുക്കുമായിട്ടാ പോകുന്നത്. അത് പിടിക്കുന്നുണ്ട്, ഫൈനും അടിക്കുന്നുണ്ട്. എന്നാലും മാറ്റിയല്ല, വല സൈഡിൽ കൂടെ പോകും. അത് എല്ലാ സൈഡിലും അങ്ങനെയാന്നേ. പിന്നെ കേരളത്തിലായി ഇപ്പൊ ഇച്ചിരി റൈറ്റിലേക്ക് പോവാതെ നോക്കി ഓടിക്കുന്നത്. ബാക്കി എല്ലാരും ഇപ്പൊ 3 ലൈനുണ്ടായാലും വല സൈഡിൽ കൂടെ വണ്ടി ലോറിക്കാർ പോകുള്ളൂ. ലോറികളെല്ലാം വല സൈഡ്. ഇപ്പൊ ഇത് 3 ലൈനുള്ളതാ. ഏറ്റവും ഒരു വണ്ടി ഇല്ലേലും ലോറി ആ വല സൈഡിൽ കൂടെ പോകും. കാറുകാർ മൊത്തം ഇട സൈഡിൽ കൂടെ പോകും. അതെ, കണ്ടോ ഓട്ടോറിക്ഷ. ഈ ഹൈവേ പഴയ ഹൈവേ. ഇതിനിപ്പം മറ്റേ എക്സ്പ്രസ് വേ വരുന്നതുകൊണ്ട്, മുംബൈ ഡൽഹി എക്സ്പ്രസ് വേ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഇനി അത് വന്നു കഴിയുമ്പോൾ ഇത് എന്തായാലും ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞാൽ. ഇതുപോലെ വണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ ഈ വഴിയിൽ. പണിയൊക്കെ നടത്താൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ മൊത്തം ബ്ലോക്ക് ആയിരിക്കും എപ്പോഴും.
പെട്ടെന്ന് ഈസി ആയിട്ടൊരു പണി നടക്കത്തുമില്ല. നടക്കുകയില്ല. അതുപോലെ തിരക്കുള്ളിടത്ത് എങ്ങനെ പെട്ടെന്ന് ആ അതേ റോഡിലോട്ടേ നമുക്ക് നോക്കുമ്പോൾ അറിയാം. അതുണ്ടാവും റോഡ് എന്നാ മിനുസമായി കിടക്കുന്നുണ്ട് ടാറിങ്. ഈ മഞ്ഞ കട്ടിയുള്ള വരയൊക്കെ കണ്ട തേഞ്ഞിട്ട് നിലത്തൊട്ടി. ആ അതുപോലെ വണ്ടി ഓടുന്ന വഴിയാ. അതാ കരിമ്പ് കൃഷിയാ അത്, കരിമ്പ്. ആ നമ്മുടെ തെങ്ങ് കൂടെ ഉണ്ടല്ലോ. ഇതെ വലിയൊരു എക്സ്കവേറ്ററാ കേട്ടോ. ക്രെയിനാ എടുത്ത് വെയിറ്റൊക്കെ എടുത്ത് വെക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ പിക്കപ്പിലിരിക്കുന്ന ആൾക്കാരും ഉണ്ടോ ഫ്രണ്ടിലും ഒക്കെ പുറയിലും ഒക്കെ ആയിട്ട് നോക്കിയാൽ കൊച്ചു കുഞ്ഞ്. ആ നോക്കിയേ എത്ര പേരാന്ന് നോക്കിയേ. അണ്ടർപാസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ അടിയിൽ കൂടെ റോഡുണ്ട്. അതിന്റെ അടിയിൽ കൂടെ, താഴത്തെ റോഡല്ല, അതിനെ അടിയിൽ കൂടെ റോഡുണ്ട്. അപ്പൊ നമ്മള് സൂറത്ത് കഴിഞ്ഞു. അതിന്റെ ഒരു തിരക്കാ ഇതല്ലേ. നമ്മുടെ അത് നമ്മുടെ ഫോളോവറാ. രാജ്ഹാൻസ് ട്രാൻസ്പോർട്ട് നഗർ VRL വണ്ടി എല്ലാം ഇങ്ങോട്ടാ പോകണ്ട. ഒത്തിരി എണ്ണം ഉണ്ടല്ലോ. അതാ ഇപ്പം ഓടണമായിരിക്കും. അതാ ഇപ്പം നമ്മുടെ ആ കണ്ട വണ്ടിയും അങ്ങോട്ട് ഇറങ്ങിപ്പോയി. നമ്മൾ ഈ ഹൈവേന്ന് ഇങ്ങോട്ട് മാറുകയാണ്. ഈ ഹൈവേ നേരെ ബോംബെക്ക് പോകും. ഏകദേശം 280 കിലോമീറ്ററോളം ഉണ്ട് ബോംബെക്ക്. നമ്മളിത് ഇവിടുന്ന് ഇറങ്ങി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകും. നവസാരി 17 നേരെ. നമുക്കിത് ഇവിടുന്ന് ഇറങ്ങായിരുന്നു കേട്ടോ. അതെ, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് അവിടെ ഇറങ്ങിയായിരുന്നുള്ളൂ. ഇത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും തടിയായിരിക്കും. നോക്കിയാൽ നല്ല റൗണ്ടായിട്ട് കറക്റ്റ് വണ്ണത്തിലൊക്കെ ഒരേ വണ്ണത്തിൽ. ഇത് ആ വണ്ടി ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. അവർ കടന്നു കഴിഞ്ഞാൽ കണ്ടേ, പിന്നെ റിവേഴ്സ് എടുത്ത് വരിക. ഒരു തിരിവ് മാറി പോയിട്ടുണ്ട വലിയ പാടാ. പിന്നെ ആ കറങ്ങി വരണേ ഒത്തിരി കിലോമീറ്റർ മുന്നോട്ട് പോയാലേ ഒരു കട്ടിങ് കാണുള്ളൂ തിരിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടുന്ന് ലെഫ്റ്റ് കാർ വന്ന വഴി. ഇതിലേ ഈ കാർ വന്നെന്ന് പറഞ്ഞു. അപ്പോഴേ നമ്മളെ NH-48 വന്ന് NH-53 കയറി. അപ്പം ഇനി കുറെ ദൂരം ഈ റോഡിൽ കൂടി ഓടാം. അതെ അതെ. ഇതുണ്ടോ വലിയ 2 ക്രെയിനാണ് കിടക്കുന്നത്. ഇത് ഒരു അമ്പലം. ഇവിടുത്തെ അമ്പലം എല്ലാം ഒരേ സ്റ്റൈലാ അല്ലേ? ഒരേപോലെ പണിതേക്കുന്നത്. ഈ വഴി അന്ന് നമ്മൾ 1 വർഷം മുകളിലായി വന്നിട്ട്. അന്ന് വന്നപ്പോൾ എല്ലാം പണി നടക്കുക. വഴി വളരെ മോശമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് നല്ല വഴി ആയെന്നാണ് മുമ്പേ കണ്ട പിള്ളേർ പറഞ്ഞത്. ഈ പണി നടക്കുന്നതും ദില്ലി മുംബൈ എക്സ്പ്രസ് വേയുടെയാണ്. മുകളിൽ കൂടെ പോകുന്ന പാലം. പിന്നെ ഭയങ്കര പാലം. ഞങ്ങളെ ഡ്യൂട്ടി വീണ്ടും ചേഞ്ച് ആയി കേട്ടോ. മറ്റേ വഴി പോന്നാൽ ഈ വഴി ഇപ്പം മൊത്തം നന്നാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. ദുബൈക്കുള്ള വഴി. എന്നിട്ട് എല്ലാരും പിന്നെ അതുവഴി പോകുന്നതല്ലേ? ആ അതില് കുറെ വണ്ടികൾ, തമിഴ്നാട് വണ്ടികൾ അതിലേ പോകും. ഒത്തിരി വണ്ടികൾ അതിലേ പോകുന്നുണ്ട്. ഓടാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. കുറഞ്ഞങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അറിയാം ഇനി വഴി മോശമാണോ അല്ലേ എന്ന്. പിന്നെ ആ വണ്ടിക്കാർ പറഞ്ഞ കുറച്ച് 10-20 കിലോമീറ്റർ മോശമുള്ളൂ, നല്ല വഴിയാണെന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അല്ല, ആ ദുലേന്ന് ഇങ്ങോട്ട് വരുന്നിടമായിരുന്നു പണി നടന്നുകൊണ്ടിരുന്നത്. 20 കിലോമീറ്റർ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. 200 കിലോമീറ്റർ ഓടുന്നതിന്റെ കേട്ട് തീരുമാനം. അല്ല അവിടെയുണ്ട്, മറ്റേ വഴിയും അതുപോലെ തന്നെ ആയിരുന്നല്ലോ. നമ്മള് വഴിയൊക്കെ മോശമല്ലായിരുന്നു. വഴി മോശം തന്നെയോ? കേറ്റവർക്കും എന്തോരമുള്ളേ. അതെ അതൊരു നല്ല രസമുള്ള ഒരു റൂട്ടാ അത്. മഴക്കാലത്ത് വരാം ഒന്നിഞ്ഞ്. അതിന് മഴക്കാലത്ത് തന്നെ വരണം. ദുലെ വരെ ഈ NH-53 ദുലേന്ന് നേരെ ചാലീസ്ഗാവ് എന്ന് ശരിക്കും കന്നഡ ഘാട്ട് വഴി പോവുകയാണെങ്കിൽ എളുപ്പം ഔറംഗാബാദിൽ ചെല്ലാം. പക്ഷേ കന്നഡ ഘാട്ട് വഴി ഇപ്പം ലോറി വിടുന്നില്ല. അപ്പം അതുകൊണ്ട് അത് അവിടുന്ന് ഒരു കുറച്ച് ദൂരം വഴി, കുറച്ച് മോശം വഴിക്ക് ഓടേണ്ടി വരും. വലിയ ദൂരമില്ല, 10-20 കിലോമീറ്റർ എല്ലാം കൂടുതൽ ഓടേണ്ടി വരും. പക്ഷേ എന്നാലും അപ്പുറത്തൂടെ പോകുന്ന അത്രയും വഴി മോശം കാണുകയില്ല. മറ്റേ നാസിക്കൊക്കെ പാസ്സാകണ എത്ര സമയം എടുക്കും? ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് സമയം എടുത്തു? പണിക്കല്ല, അത് എന്നാന്നറിയോ, അത് ഒരു സൈഡല്ല, അത് വേണ്ട കോർട്ട് ഓർഡർ വന്നിട്ട് ലോറി വിടുന്നില്ലെന്നാണ് പറഞ്ഞത്. എപ്പോഴും അവിടെ ബ്ലോക്ക് ആവുന്നതായിരുന്നേ. പക്ഷെ അത് നല്ല എളുപ്പമുള്ള വഴിയായിരുന്നു. ഔറംഗാബാദിലോട്ട് പെട്ടെന്ന് അല്ലായിരുന്നു. അത് മിക്കവാറും ഇനി അവിടെ വല്ല ടണൽ വല്ലതും വരുമായിരിക്കും. ഇന്നാള് നമ്മളെ തൽവാട് വഴിയല്ലേ അത് കഴിഞ്ഞു വന്നത്? അതുപോലെ കർണാടക അടച്ചു. ആ വഴി അല്ലാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന വേറൊരു വഴിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം തൽവാട് വഴിയാണോ ഇറങ്ങി വന്നത്? അല്ലല്ലോ, ആ ടയർ പഞ്ചറായപ്പോഴൊക്കെ മറ്റേ വണ്ടിയും കൂടെ ഉണ്ടായിരുന്നപ്പോൾ
ആ എന്നിട്ടും അതെല്ലാം തലവാട് കാട്ട് വഴിയാ നമ്മൾ വന്നത്. ആണോ? ആ ശരിയാ. ആദ്യം നമ്മള് കർണാടകാട്ട് വഴി പോയി. രണ്ടാമത് നമ്മൾ വന്നപ്പോ കർണാടകാട്ട് വഴി ലോറി കടത്തി വിടുവെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഘാട്ടിന് ഒരു 5 കിലോമീറ്റർ ഇപ്പുറം വേറൊരു വഴിക്ക് തിരിഞ്ഞു. അത് നല്ല വഴിയായിരുന്നു. അത് നല്ല വഴിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം അതിനും കുറച്ചുകൂടെ പുറകെന്ന് തിരിഞ്ഞു പോയി നമ്മൾ. അതുകൊണ്ട് കുറെ മോശം വഴി കൂടുതൽ ഓടി. ഉണ്ട്. അതാ അങ്ങോട്ട് പോകുമ്പോണെങ്കിൽ ആ വഴിക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ആ ടയർ ബോൾട്ട് കയറിയിട്ട് നിറച്ചില്ലേ, അവിടെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു 4 കൂടി ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ആ വഴിയിൽ കൂടെ ചെല്ലും. അത് നല്ല വഴിയായിരുന്നു. അപ്പം താമസിയാതെ തന്നെ നമ്മൾ ഗുജറാത്ത് ഓടിത്തീരും, മഹാരാഷ്ട്രയിലേക്ക് കയറും. ബോർഡറിലേക്ക് എത്ര ദൂരം? ബോർഡറിലേക്ക് ഒരു 40 കിലോമീറ്റർ താഴെ ഉള്ളൂ. കുറച്ചേരം കിടന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ 820 ആണോ? അതെ, 820 രൂപയാ കേട്ടോ. 535 ഡബിൾ ആക്സിലാന്ന് തോന്നുന്നു. ദേ ഗുജറാത്ത് തീരുക. ഇവിടെ പഴയ ചെക്ക് പോസ്റ്റ് ഒക്കെ ഇവിടെ ആയിരുന്നു. നമ്മൾ ഉടനെ ഇനി മഹാരാഷ്ട്രയിലേക്ക് കയറും. പഴയ ചെക്ക് പോസ്റ്റിന്റെ ബാക്കി പത്രങ്ങളൊക്കെ ഇവിടെ ഈ കാണുന്നത്. അതൊക്കെ വേബ്രിഡ്ജ് ഒക്കെ ആയിരുന്നു. ഒന്നുമില്ല, നേരെ അങ്ങ് പോയാൽ മതി. പക്ഷേ മഹാരാഷ്ട്ര ബോർഡറിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്, RTO ചെക്ക് പോസ്റ്റ് ഉണ്ട്. വണ്ടികളൊക്കെ ഇവിടെ ഹോട്ടലുകളുണ്ട്, പിന്നെ ടയർ കടകള വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിർത്തിയിട്ടേക്കുന്ന. അപ്പം നമ്മൾ ഗുജറാത്തൊക്കെ ഓടി തീർന്നത് മഹാരാഷ്ട്ര കയറി. മഹാരാഷ്ട്ര ബോർഡർ RTO ചെക്ക് പോസ്റ്റാണ്. കുറേ വണ്ടികളുണ്ട്. ഈ RTO ചെക്ക് പോസ്റ്റിൻ്റെ പേര് നവാപൂർ എന്നായി സ്ഥലപ്പേര്. നവാപൂർ ബോർഡർ RTO ചെക്ക് പോസ്റ്റാണ്. 2 ലൈനേ ഉള്ളൂ. അത് എത്ര ലൈൻ ഉണ്ടെന്ന് നോക്കിയാൽ അല്ല, 2 ഓപ്പൺ ഉള്ളൂ. വണ്ടി കുറവായതുകൊണ്ട് 2 ലൈനേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. നല്ല ലൈനുണ്ട്, കുറേ വണ്ടികളുണ്ട്. നമ്മളിപ്പം പഞ്ചാബിൽ നിന്ന് ലോഡ് കയറ്റിയിട്ട് പോകുന്ന. പഞ്ചാബിൽ ബോർഡർ RTO ചെക്ക് പോസ്റ്റ് ഇല്ലായിരുന്നു, രാജസ്ഥാനിലില്ലായിരുന്നു, ഗുജറാത്തിലില്ലായിരുന്നു. അപ്പോൾ ഇതേ മഹാരാഷ്ട്ര വന്നു. മഹാരാഷ്ട്ര ബോർഡർ RTO ചെക്ക് പോസ്റ്റുകൾ നിർത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ക്യൂവിൽ കിടക്കുകയാണ്. ചെക്ക് പോസ്റ്റുകൾ മൂലം സമയനഷ്ടം, പണനഷ്ടം ഒക്കെയാണ്. ഇതുണ്ട് എന്തേരം വണ്ടികളാണ് 2 ലൈനിലായിട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു 1 മണിക്കൂറെങ്കിലും എടുക്കും അവിടെ ചെന്ന് തൂക്കി ചെക്ക് പോസ്റ്റ് പാസ്സാകണമെങ്കിൽ. വേബ്രിഡ്ജ് കയറി തൂക്കി അവിടെ തൂക്കത്തിൻ്റെ പൈസ കൊടുത്ത് അവിടുന്ന് ഒരു സ്ലിപ്പ് തരും. അത് മേടിച്ചുകൊണ്ട് വേണം അപ്പുറേ RTO ഓഫീസിലേക്ക് പോകാൻ. ചോദിച്ചാൽ കൊടുത്താൽ മതി. അതിൽ വേണം, ഇല്ലെങ്കിൽ അത് അടിച്ചു തരുമായിരിക്കും. പൈസ കൊടുത്താൽ മതി, തൂക്കച്ചിട്ട് അടിച്ചു തരുമായിരിക്കും. അപ്പം ഇങ്ങനെ ഇറങ്ങി ഇതുണ്ടോ ഇതിലെ. അപ്പം അതെ ആ ടാങ്കർ പോയ വഴിക്ക് അതിലേ പോകണം. അതാണ് ചെക്ക് പോസ്റ്റ് ഓഫീസ്. അവിടെ ഇട്ടിട്ട് തൂക്കച്ചിട്ടും കൊണ്ട് ഇറങ്ങി ചെന്നാൽ മതി. ഇവിടെ ഒന്നും ഇല്ല. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോന്നാൽ മതി. ഫസ്റ്റ് ടൈം കാണുന്നതെന്ന് എന്നോട് പറഞ്ഞു. എന്നെ പറയാൻ പറ്റില്ലായിരുന്നു. 1 വർഷം മുമ്പ് ഞങ്ങൾ ഇതിലേ വന്ന് അങ്ങോട്ട് പോയതായിരുന്നു പറയാൻ പറ്റില്ലായിരുന്നു. അത് അങ്ങോട്ട് പോകുന്ന ചെക്ക് പോസ്റ്റ്. അത് നമ്മൾ അന്ന് വരുമ്പം ഈ വലിയ ചെക്ക് പോസ്റ്റ് വേബ്രിഡ്ജ് ഒന്നും ആയില്ല. ഇത് നേരത്തെ തുടങ്ങിയിട്ടിരുന്നു. അതുപോലെ തന്നെ കോലാപ്പൂരൊക്കെ പണിതിട്ടുണ്ടല്ലോ. അത് ഓപ്പൺ ആയെന്ന് അറിയത്തില്ല. ഇത്രയും നേരമേ നല്ല വഴികളൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല വഴിയായിരുന്നു. ഇങ്ങോട്ട് ഇച്ചിരി മോശമായിട്ടാണ് കാണുന്നത് ഇവിടെ. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. വഴിയേ ഈ മഹാരാഷ്ട്രയിലെ ഭാഗമെല്ലാം മോശമാണെന്ന് തോന്നുന്നു. നമ്മൾ ഉദ്ദേശിച്ചത്രയൊന്നും പണി തീർന്നിട്ടില്ല, അങ്ങനെ തന്നെയൊക്കെയാണ് കിടക്കുന്നത്. അവർ പറഞ്ഞ കുറേയൊക്കെ മോശമുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇനിയിപ്പോൾ മുന്നോട്ട് ചെന്നാലും അങ്ങനെ നടത്തില്ല കേട്ടോ. ഇവിടെ ഒന്നും അധികം പണി തീർന്നിട്ടില്ല. ഇത് വന്നും ഇങ്ങനെ തന്നെയായിരുന്നു ഇവിടെ ഒക്കെ. ഞാൻ മറന്നുപോയി. അന്ന് പോയപ്പോൾ ഓർക്കുന്നുണ്ട്. ഇത് പാലമൊക്കെ വലിയ പാലം തൂണൊക്കെ പണിത് വരുന്നുണ്ട്, ആയില്ല. എന്നാ വലിയ പാലമാണ് പണിത് വരുന്നതെന്ന് നോക്കി. പക്ഷെ അന്നും ഇതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ആയില്ല. പാലം ഇറങ്ങിയപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേ വഴി. ഞാനോർത്തേ 1 വർഷം കഴിഞ്ഞില്ലേ ഇതിൻ്റെ പണിയൊക്കെ തീർന്നു കാണുമെന്ന്. ചിലപ്പോൾ ഇനി ഈ ഭാഗം തീരാത്ത ഉള്ളോന്നറിയില്ല കേട്ടോ. ഇവിടെ ഒന്നും പണിയൊന്നും ആയിട്ടില്ല, അന്നത്തെ പോലെ തന്നെ കിടക്കുക. ഈ വഴിയേ അതെ, ഈ വഴിയേ പിന്നെ മോശമായതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് പോകാഞ്ഞേ. ഇപ്പം അല്ലേ, ഇത് ഇവിടുന്ന് പണി നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. 10-15 കിലോമീറ്റർ മോശമെന്നാണ് അവർ പറഞ്ഞത്. പറയാൻ പറ്റും. ഇവിടെ ഒക്കെ കുറച്ച് തീർന്നിട്ടുണ്ട് പണി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മോശം, പിന്നെ നല്ല വഴിയായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ റെയിൽവേ ക്രോസ് ആയിരുന്നു തോന്നുന്നു. വൈകുന്നേരം അങ്ങനെ വല്ലതും കഴിക്കാൻ വേണോ? അല്ല, എൻ്റെ ഒരു സമയമേ നല്ല സമയം. എന്നാ
സാധാരണ ഇത് ഓട്ടോ ഡ്രൈവർക്ക് കിട്ടുന്നതായിരുന്നു, ഇന്ന് എനിക്കാണ് കിട്ടിയത്. അല്ല അപ്പുറം എവിടെയെല്ലാം നിർത്തിക്കോ, എല്ലാം കഴിച്ചിട്ട് കിടന്നേക്കാം. എന്നാ കഴിക്കും ഇനി? എന്നാ കഴിക്കാൻ? എനിക്ക് വിശക്കുന്നൊന്നുമില്ല. എനിക്ക് വിശക്കുന്നില്ല, കുറച്ച് വെള്ളം കുടിച്ചിട്ട് കിടക്കാം. ആ ഇതേ ഇപ്പം ട്രെയിൻ പോയതല്ലേ ഉള്ളൂ, ആ റെയിൽവേ ക്രോസ് ആണെന്ന് ഞാൻ പറഞ്ഞത്. അവിടെ കണ്ടോ ക്രോസാണ്. ഫ്ലൈ ഓവറൊക്കെ അവിടെ പണിതിട്ടുണ്ട്, പക്ഷെ പണി തീർന്നിട്ടില്ല, കുറച്ച് നാളോടെ എടുക്കും. അതെ അതെ, ഇഷ്ടം പോലെ വണ്ടികൾ ഓടുന്ന വഴിയാണ്. എന്നിട്ട് പോലും ഈ ഹൈവേ പണി തുടങ്ങിയിട്ട് ഇത്രയും ഇത്രയും താമസിക്കുന്ന ഭയങ്കര എന്നാന്നറിയത്തില്ല, എന്തോ അത്ര സ്പീഡിൽ വർക്ക് നടക്കുന്നില്ല. ഇപ്പം നമ്മൾ പോകുന്നത് പഴയ വഴിക്കൂടാ, പുതിയ വഴി അപ്പുറത്തൂടെ എങ്ങാണ്ടാണ് പോകുന്നത്. പുതിയ വഴിയുടെ പണിയൊന്നും ആയില്ല, നടക്കുന്നോ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പുതിയ വഴിയിൽ കയറും. എനിക്ക് തോന്നുന്നു ഇതേ അവിടെ അതുണ്ട്, അത് പുതിയ വഴിയിലേക്കാണ് കയറുന്നത്. ഇവിടെ നല്ല വഴിയാന്ന് തോന്നുന്നു, കുറച്ച് ദൂരം. ഇടക്കാലാശ്വാസം എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് അത്രേ ഉള്ളൂ. ഞാനിതൊരു 100 കിലോമീറ്ററേ ഉള്ളൂ ദുലേ ചെല്ലാൻ. പിന്നെ ദുലേന്ന് കുറച്ച് ദൂരം കൂടെ മോശം വഴികളുണ്ട്. അത് കഴിയുമ്പോൾ ഔറംഗാബാദ് എന്നാൽ പിന്നെ അടിപൊളി വഴികളല്ലേ മൊത്തം. ഒന്നും നോക്കണ്ട. അതെ, ഇവിടെ എല്ലാം പണി തീർന്നു കേട്ടോ, തീർന്ന ഭാഗമാണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കുറച്ച് സൈഡല്ലേ തീർന്നുള്ളൂ. എന്നല്ല ആ സൈഡും തീർന്ന് കിടക്കുന്ന, അങ്ങോട്ടുള്ള വണ്ടി അതിലല്ലേ പോകുന്നത്. ഇപ്പം ആർക്കും വലിയ വിശപ്പൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഒരു കടിഞ്ചായാലും ഒരു കഷ്ണം ബ്രെഡേലും ഇന്നത്തെ വൈകിട്ടത്തെ അത്താഴം കഴിച്ചു. ചായ ബ്രോയ്ക്കാണെങ്കിൽ കടിഞ്ചായ പോലും വേണ്ടായിരുന്നു. ഉച്ചക്കത്തെ കഴിപ്പ് ഏറ്റുപോയി എന്നാണേലും കേട്ടോ. അപ്പം നമ്മളിനിയും നവാപൂരിൽ ദുലൈ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക. ദുലൈയിൽ നിന്ന് പിന്നെ ചാലീസ്ഗാവ്, ഔറംഗാബാദ്, ഷോളാപൂർ അങ്ങനെ വേണം പോകാൻ. വഴിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ലതാണ്, പിന്നെ കുറച്ച് മോശം വഴിപണി നടക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അങ്ങ് നിർത്താം. ബാക്കി നാളെ മഹാരാഷ്ട്രയിലൂടെ ആയിരിക്കും നമ്മുടെ യാത്ര. ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.